വെൽക്കം ബാക്ക് ടു വേവ് ലെങ്ത് അക്കാദമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 6 സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 4th ചാപ്റ്റർ ആണ് ഉൽപാദന പ്രക്രിയയിലൂടെ. അതാണ് ഈ പാഠഭാഗത്തിന്റെ പേര് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് നമ്മൾ ഓൾറെഡി ക്ലാസ് 5 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ക്ലാസ് 6ന്റെ തന്നെ 3 ചാപ്റ്റേഴ്സും ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആവശ്യമുള്ളവർ അവിടെ പോയിട്ട് നമുക്ക് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്തായാലും 4th ചാപ്റ്ററിലേക്ക് കടക്കാം. ഉൽപാദന പ്രക്രിയയിലൂടെ എന്നതാണ് ഈ പാഠഭാഗത്തിന്റെ പേര് വരുന്നത്. നമുക്ക് നോക്കുമ്പോഴത്തേനും എക്കണോമിക്സിന്റെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നതിന്റെ ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിട്ടോ ബേസിക് ക്ലാസ് ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിനെ കാണാൻ സാധിക്കും. എന്താണ് സാധനങ്ങൾ അല്ലെങ്കിൽ ഗുഡ്സ് എന്ന് പറയുന്നത്? മനുഷ്യന്റെ ആവശ്യങ്ങൾ സാധിക്കുന്നതും എന്നാൽ അവന് കാണാനും തൊടാനും സാധിക്കുന്നതിനെയാണ് നമ്മൾ വസ്തുക്കൾ അഥവാ സാധനങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ എന്തായിരിക്കും സേവനം എന്ന് പറയുന്നത്? സേവനങ്ങള് ഒരിക്കലും കാണാനോ സ്പർശിക്കാനോ കഴിയണം എന്നില്ല. അധ്യാപനം എക്സാമ്പിളിൽ നമുക്കൊരു സേവനമാണെന്ന് പറയാം. ബാങ്ക് ഉദ്യോഗസ്ഥരെ, ഡോക്ടർമാരെ തുടങ്ങിയവരിൽ നിന്നൊക്കെ നമുക്ക് ജീവിതത്തിലെ സേവനങ്ങളാണ് ലഭിക്കുന്നത്. ഇപ്പൊ എന്താണ് സേവനങ്ങളെന്നും എന്താണ് സാധനങ്ങളെന്നും ഒരു ചെറിയൊരു വ്യത്യാസം മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. ഇനി നമുക്ക് ആദ്യത്തെ പോയിന്റ് ഇവിടെയാണ് വരുന്നത്. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം എന്ന് പറയുന്നത്. ഉൽപാദനം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫലമായിട്ട് ലഭിക്കുന്നത് നമുക്ക് എന്താണ്? ഉൽപ്പന്നം അഥവാ പ്രൊഡക്റ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പൊ നെല്ല് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം രൂപപ്പെടുന്ന വിവിധ ഘട്ടങ്ങളെ കുറിച്ചിട്ടാണ് താഴെ ഓരോ പോയിന്റ്സ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് ഏതെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് പോകാം. നമ്മൾ മെയിൻ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഉൽപാദന ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപാദന ഘടകങ്ങൾ മെയിൻ ആയിട്ട് 4 എണ്ണമാണ് ഉള്ളത്. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഏതൊക്കെയാണ്? ഭൂമി, ലാൻഡ്, അതുപോലെ തന്നെ തൊഴിൽ വരുന്നുണ്ട്, ദെൻ മൂലധനം വരുന്നുണ്ട്, പിന്നീട് എന്താണ് വരുന്നത്? സംഘാടനം അഥവാ ഓർഗനൈസേഷൻ ആണ് വരുന്നത്. അപ്പോ 4 പ്രധാന ഉൽപാദന ഘടകങ്ങളാണ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇതിനെ തന്നെ രണ്ടായിട്ട് വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. നിഷ്ക്രിയ ഘടകങ്ങളെന്നും സജീവ ഘടകങ്ങളെന്നും. അതായത് നിഷ്ക്രിയ ഘടകങ്ങളിൽ എന്തായിരിക്കും പെടുന്നുണ്ടാവുക? ഭൂമി പെടുന്നുണ്ടായിരിക്കും, പിന്നീട് മൂലധനവും പെടുന്നുണ്ട്. എന്നാൽ സജീവ ഘടകങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് തൊഴില്, അതുപോലെ തന്നെ സംഘാടനം എന്ന് പറയുന്നത്. നമുക്ക് ഇനി ഈ ഓരോ ഉൽപാദന ഘടകങ്ങളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഭൂമിയെ കുറിച്ചിട്ടാണ്. ഉൽപാദന ഘടകം എന്ന നിലയിൽ വിശാലമായ അർത്ഥത്തിലാണ് ഭൂമി എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. സാധനങ്ങളുടെ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഭൂമി എന്നതിൽ പെടും. ഭൗമോപരിതലത്തിലെയും ഭൗമ അന്തരീക്ഷത്തിലെയും ഭൗമ അന്തർഭാഗത്തെയും എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൽപാദന ഘടകമായ ഭൂമി എന്നതിൽ പരിഗണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നാണ് ഡീറ്റെയിൽ ചെയ്ത് പറയുന്നത്. മണ്ണ്, ജലം, വനങ്ങൾ, വായു, കൽക്കരി, അങ്ങനെ എന്തൊക്കെ റോ മെറ്റീരിയൽസ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ഭൂമി എന്ന് പറയുന്ന ആ ഒരു ഉൽപാദന ഘടകത്തിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അടുത്ത ഉൽപാദന ഘടകം എന്ന് പറയുന്നത് ഏതാണ്? തൊഴിലാണ്. അതിനു മുൻപ് നമ്മൾ ഈ ഉൽപാദന പ്രക്രിയയിൽ ഉൾപ്പെട്ട എല്ലാ ഘടകങ്ങൾക്കും പ്രതിഫലം കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രതിഫലം ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭൂമിയുടെ പ്രതിഫലം എന്തായിരിക്കും? ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലമാണ് പാട്ടം എന്ന് പറയുന്നത്. റെന്റ് ആണ് നമുക്ക് ഭൂമിക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഉൽപാദന ഘടകമാണ് തൊഴിൽ അഥവാ ലേബർ. ഏതൊരു ഉൽപ്പന്നത്തിന്റെയും ഉൽപാദനത്തില് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് തൊഴിൽ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സജീവ ഘടകങ്ങൾ, നിഷ്ക്രിയ ഘടകങ്ങൾ എന്ന് പറഞ്ഞപ്പോ സജീവ ഘടകത്തിലാണ് തൊഴിലും സംഘാടനം ഉൾപ്പെടുന്നതെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, തൊഴിലാളികൾ അവരുടെ അധ്വാന ശേഷിയാണ് ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്നത്. ഇനി പല തൊഴിലാളികളെ കുറിച്ചിട്ടുള്ള ചിത്രങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അത്യാവശ്യമുള്ള പോയിന്റ്സിലേക്ക് മാത്രം നോക്കാം. ഇപ്പൊ നമ്മള് തൊഴില് ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്നതിന് തൊഴിലായി പരിഗണിക്കലില്ല. കാരണം എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാല് എപ്പോഴാണോ അത് തൊഴിലായി പരിഗണിക്കുന്നത്? അതിന് കൂലി അല്ലെങ്കിൽ അതിനൊരു പ്രതിഫലം ലഭിക്കുമ്പോൾ മാത്രമാണ് അതെന്താകുന്നത്? ഈ പറയുന്നതായിട്ടുള്ള തൊഴിലായിട്ട് അതിനെ പരിഗണിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് വീട്ടിൽ കുടുംബാംഗങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് ഉപയോഗിക്കുന്ന അധ്വാന ശേഷിക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല. അതുകൊണ്ട് അത് തൊഴിലായി പരിഗണിക്കാറില്ല. തൊഴിലാളിക്ക് നൽകുന്ന അധ്വാനശേഷിക്കുള്ള പ്രതിഫലമാണ് അധ്വാനശേഷിക്കുള്ള പ്രതിഫലം എന്താണ്? കൂലിയാണ്. നമ്മൾ പറഞ്ഞല്ലോ ഭൂമിക്ക് നമ്മൾ പാട്ടാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തൊഴിലാളിക്ക് കൊടുക്കുന്നത് എന്താണ്? കൂലിയാണ്. ഓക്കെ, പണമായിട്ടാണ് കൂടുതലും കൂലി കൊടുക്കാറുള്ളത്. പിന്നീട് എന്താണ്? സാധനങ്ങളായിട്ട് പണ്ട് കാലത്തൊക്കെ കൊടുത്തിരുന്നുണ്ട്. അടുത്തതാണ് മൂലധനം എന്ന് പറയുന്നത്. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിലും ഉൽപാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നാണ് മൂലധനം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഇറക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഫാക്ടറി വേണം, യന്ത്രങ്ങളുണ്ട്, തൊഴിലാളികൾക്ക് വേതനം നൽകണം. അപ്പൊ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, അതുപോലെ അതിന് വേണ്ട റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തുക്കൾ വാങ്ങണം. ഇതിന് വേണ്ട എല്ലാ ആവശ്യങ്ങൾക്കും മൂലധനം നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഉൽപാദന പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രം, വാഹനം, കമ്പ്യൂട്ടർ ഇതൊക്കെ മൂലധനത്തിൽ ഉൾപ്പെടും. നമുക്ക് ഇവിടെ നോളജ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്.
നാം ഇന്ന് ജീവിക്കുന്നത് വിജ്ഞാന സമൂഹത്തിലാണ്. വിവരസാങ്കേതിക വിദ്യയും വിജ്ഞാനവും ഉൽപാദനത്തിൽ കാര്യമായ പങ്കാണ് വഹിക്കുന്നത്. വിജ്ഞാന മൂലധനം ആർജിക്കാനുള്ള ശ്രമമാണ് ഇന്ന് ലോകവ്യാപകമായി നടക്കുന്നത്. അടുത്തത് മൂലധനത്തിന്റെ സവിശേഷതകളാണ്. ഇത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. മൂലധനം മറ്റ് ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോ പറഞ്ഞു തൊഴിലാളികൾക്ക് വേതനം ലഭിക്കണം അല്ലെങ്കിൽ ഭൂമിക്ക് ഈ പറയുന്ന പാട്ടം എല്ലാം നമുക്ക് എന്തിലേക്കും ഇൻക്ലൂഡഡ് ആവുന്നുണ്ട്. മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്ത ഒരാളാണ് ഈ മൂലധനം എന്ന് പറയുന്നത്. മൂലധനം തൊഴിലാളികളുടെ ഉൽപാദന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. മൂലധനം ചലനാത്മകമാണ്. മുൻപ് ഒരു ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട് ഈ ഒരു ചോദ്യം. മൂലധനം എന്താണ്? ചലനാത്മകമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ സവിശേഷതയായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോ നമ്മൾ പറഞ്ഞു ഭൂമിക്ക് പാട്ടമാണെന്ന് പറഞ്ഞു, തൊഴിലിന് കൂലിയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മൂലധനത്തിനുള്ള പ്രതിഫലം എന്തായിരിക്കും? പലിശയാണ് അതിന്റെ പ്രതിഫലമായിട്ട് വരുന്നത്. മറ്റൊരാളാണ് സംഘാടനം എന്ന് പറയുന്നത്. അപ്പൊ ഓൾറെഡി 3 ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇനി ഈ 3 ഫാക്ടേഴ്സ് അഥവാ ഭൂമി, തൊഴിൽ, മൂലധനം ഇതിനെ മൂന്നിനെയും കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം എന്ന് പറയുന്നത്. അപ്പൊ സംഘാടനം നടത്തുന്ന വ്യക്തി എന്തായിരിക്കും? സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ എന്നൊക്കെ അറിയപ്പെടുന്നു. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ദാ ഇവിടെ ഭൂമിയുണ്ട്, തൊഴിലുണ്ട്, മൂലധനമുണ്ട്. ഇത് മൂന്നും കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം വഴി നടത്തുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉൽപാദനം നടക്കുന്നു. ഉൽപാദന പ്രക്രിയയിലൂടെ നമുക്ക് ഉൽപ്പന്നം അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലെത്തുന്നു. ഇതാണ് ഈ ഒരു ഫ്ലോ ചാർട്ടിൽ ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതൊക്കെ ഈ ഒരു ഫ്ലോ ചാർട്ടിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സംഘാടനത്തിന്റെ പ്രതിഫലം എന്തായിരിക്കും? നമ്മൾ പറഞ്ഞല്ലോ ഭൂമിക്ക് പാട്ടം, തൊഴിലിന് കൂലി, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു മൂലധനത്തിനാണെന്നുണ്ടെങ്കിൽ പലിശയാണ് എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സംഘാടനത്തിന് എന്തായിരിക്കും കൂലി വരുന്നത്? ലാഭമാണ് സംഘാടനത്തിന്റെ കൂലി വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചാക്രിക പ്രവാഹം എന്നാണ് പറയുന്നത്. അതായത് ഗാർഹിക യൂണിറ്റും ഒരു ഉൽപാദന യൂണിറ്റും ഉണ്ട്. ഏറ്റവും ചെറിയ രീതിയിൽ ഇതിനെ എങ്ങനെ വിവരിക്കാം എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗാർഹിക യൂണിറ്റിൽ നിന്ന് നമ്മൾ ഉൽപാദന ഘടകങ്ങൾ ഉൽപാദന യൂണിറ്റിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ തന്നെ ഉൽപാദന യൂണിറ്റ് എന്ത് ചെയ്യുന്നു? ഈ ഉൽപാദന ഘടകങ്ങൾക്ക് ഒരു പ്രതിഫലം ഗാർഹിക യൂണിറ്റിന് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ തന്നിട്ടുള്ള ഉൽപാദന ഘടകങ്ങളൊക്കെ വച്ചുകൊണ്ട് ഉൽപാദന യൂണിറ്റ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. അങ്ങനെ അവരവരുടെ സാധനങ്ങളും സേവനങ്ങളും ഗാർഹിക യൂണിറ്റിന് കൊടുക്കുന്നു. പിന്നീട് തിരിച്ച് ഗാർഹിക യൂണിറ്റ് എന്ത് കൊടുക്കാണ്? സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള വില തിരിച്ചു കൊടുക്കുന്നു. ഇതാണ് ഇവിടെ നടക്കുന്ന സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോ ഈ ഗാർഹിക യൂണിറ്റിനുള്ള എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കുന്ന ഒരു രീതിയിലാണ് ഇത് നമ്മളിങ്ങനെ ഈ ഒരു ഫ്ലോ ചാർട്ടിൽ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഡയഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആയല്ലോ. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ പാഠഭാഗത്ത് വരുന്നത്. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇത്ര കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഉൽപാദന ഘടകങ്ങളെ 4ആയി തരംതിരിച്ചിട്ടുണ്ട്: ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഭൂമിക്ക് തിരിച്ചു ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? പാട്ടമാണ്. തൊഴിലിന് കൂലിയാണ്. മൂലധനത്തിന് പലിശയാണ്. സംഘാടനത്തിന് ലാഭമാണ് ലഭിക്കുന്നത്. ഈ 4 ഫാക്ടേഴ്സും കൂടി ചേരുമ്പോഴാണ് ഉൽപാദന പ്രക്രിയ നടക്കുന്നത്. അതിന്റെ പ്രതിഫലമായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഉൽപ്പന്നം അഥവാ പ്രൊഡക്റ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്കിനി എന്തായാലും അടുത്തൊരു ചാപ്റ്റർ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.